സത്യത്തിൽ ഞാൻ 2016 ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നത് ജയൻ ചേട്ടൻ്റെ. അത് കോഴിക്കോട് കടപ്പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വന്ന് എൻ്റെ ഉടുപ്പ് പറിച്ചു കയറിയതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനുശേഷം ഞാനൊരു 8ഓളം സിനിമകൾ ചെയ്തു, 14ഓളം ചിത്രങ്ങൾ ചെയ്തു. ഞാനിത് പറയാൻ കാരണം, ഇങ്ങനൊരു ഇൻക്ലൂഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒത്തിരി പേരുടെ ഫൈറ്റിംഗ് മൂലമാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കലാമേഖലകളിലും കൾച്ചർ മേഖലകളിലും ലിറ്ററേച്ചർ മേഖലകളിലും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ സ്റ്റേജിലുണ്ട്. അത് പി അഭിജിത്ത് ഏട്ടനാണ്. 2017 അവളിലേക്കുള്ള ദൂരം എന്ന് പറയുന്ന സിനിമ എടുത്തത് കൊണ്ടാണ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ലൈഫ് മിഷനിൽ വീട് വേണമെന്ന് പറഞ്ഞ ആവശ്യം ഉന്നയിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 8ഓളം 10ഓളം ഷോർട്ട് ഫിലിമുകളും സിനിമകളും ചെയ്തു. അഭിജിത്തേട്ടൻ്റെ സിനിമയ്ക്കാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ രേവതി ചെയ്തിരിക്കുന്ന അഭിജിത്തേട്ടനാണ്. ഇത്രത്തോളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകന്, ഒരു ഡയറക്ടറോ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹത്തിന് യാതൊരുവിധ പുരസ്കാരങ്ങളും കേരള സർക്കാരിൻ്റെയോ ഇവിടുത്തെ മാധ്യമ മേഖലയോടെ ഒന്നും ലഭിച്ചതായിട്ട് എനിക്ക് അറിവില്ല. ദയവ് ചെയ്തതൊന്ന് പരിഗണിക്കണമെന്നാണ് എനിക്ക് ആവശ്യം ഉന്നയിക്കാനുള്ളത്. ഇവിടെ നിർദ്ദേശിച്ചതുപോലെ അന്തരം, രേവതി എന്നീ 2 സിനിമകളിലൂടെ ട്രാൻസ് സമൂഹത്തിനു വേണ്ടി നിലകൊണ്ട അഭിജിത്തിനുള്ള ഒരു സ്നേഹാദരം ഇന്നത്തെ വൈകുന്നേരം നടക്കുന്ന വർണ്ണപ്പകിട്ടിൻ്റെ ഫോർമൽ ഉദ്ഘാടന വേദിയിൽ വെച്ച് നൽകുന്നതാണ് എന്ന് അറിയിക്കുന്നു. ഡയറക്ടർ അഭിജിത്ത് സാറിനെ ക്ഷണിക്കുന്നു. അന്തരം, ഞാൻ, രേവതി എന്നീ സിനിമകളിലൂടെ പ്രശസ്തി കൈവരിച്ച കോഴിക്കോട് സ്വദേശിയായ 2007 മുതൽ ഫോട്ടോഗ്രാഫി, സിനിമാ മേഖലയിൽ പ്രശസ്തി കൈവരിച്ച വ്യക്തിത്വമാണ് ശ്രീ അഭിജിത്ത് സാർ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അന്തരം എന്ന സിനിമയിലാണ് ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ അഭിനേത്രി